നടി സ്വാസിക വീണ്ടും വിവാഹിതയായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജനുവരി 24-നായിരുന്നു സ്വാസിക ആദ്യം വിവാഹിതയായത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ അതേ ദിവസത്തിൽ തന്നെ വീണ്ടും വിവാഹിതയായി എത്തിയിരിക്കുകയാണ് സ്വാസിക. ഇതിന്റെ വിശേഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. നിരവധി പേരായിരുന്നു സ്വാസികയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത്. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മാത്രമല്ല, ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് സ്വാസിക. മനം പോലെ മാംഗല്യം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ നായികയായി എത്തിക്കൊണ്ടാണ് പ്രേം ജേക്കബുമായിട്ട് സ്വാസിക പരിചയത്തിലായത്. പ്രേമായിരുന്നു പരമ്പരയിലെ നായകനായി എത്തിയത്. പിന്നീട് ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. ഒട്ടും വൈകാതെ ഇരുവരും പ്രണയത്തിലാവുകയും പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ഈ താരദമ്പതികൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ 1-ാം വിവാഹ വാർഷിക ദിനത്തിൽ വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് താരദമ്പതികൾ. ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. തമിഴ് ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലായിരുന്നു വീണ്ടും വിവാഹം നടന്നത്. പ്രേം തന്നെയായിരുന്നു ഭർത്താവ്. സ്വാസികയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു 1-ാം വിവാഹ വാർഷിക ദിനത്തിൽ വീണ്ടും ഒന്നും കൂടെ വിവാഹം കഴിക്കണമെന്നുള്ളത്. പ്രേമും അതിന് സപ്പോർട്ട് നിൽക്കുകയായിരുന്നു. ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത ഭർത്താവ് പ്രേമും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ്. തമിഴ് ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകൾക്കൊപ്പം നടി സ്വാസിക കുറിച്ചത് ഇങ്ങനെയായിരുന്നു: 1 വർഷം വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. തമിഴ് ആചാരത്തിൽ വീണ്ടും വിവാഹിതരാകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇത് മനോഹരമാക്കി തന്നതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഷൂട്ടാണെങ്കിലും ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. യഥാർത്ഥ ഒരു കല്യാണത്തെ പോലെ ഞങ്ങൾക്ക് തോന്നി. ആശംസകൾ അറിയിച്ചവർക്കും ഒരുപാട് നന്ദി എന്നായിരുന്നു സ്വാസിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത്. നിരവധി പേരായിരുന്നു സ്വാസികയ്ക്കും പ്രേമിനും ആശംസകൾ അറിയിച്ചും എത്തിയത്. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മനം പോലെ മാംഗല്യം. ഈ പരമ്പരയിൽ സ്വാസികയും പ്രേമുമായിരുന്നു പ്രധാന നായകന്റെയും നായികയുടെയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും എത്തിയത്. തൊട്ടു പിന്നാലെ ഇരുവരും പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു. വൈഗ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് സ്വാസിക ചുവട് വച്ചത്. അതും 2009-ൽ. പിന്നീട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് സിനിമകളിലും സീരിയലിലും ഒക്കെ നടി അവതരിപ്പിച്ചു. സിനിമയിലും സീരിയലിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീത എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത്. ഈ ഒരൊറ്റ പരമ്പരയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സ്വാസിക സ്വന്തമാക്കിയത്. ഇതിനുശേഷവും ഒരുപാട് നല്ല സിനിമകൾ നായികയായിട്ടും സ്വാസിക എത്തി. വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ തുടരുമെന്നുണ്ടെങ്കിലും ഭർത്താവിന്റെ കീഴിൽ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയായിട്ട് തുടരാനാണ് തനിക്ക് താല്പര്യമെന്ന് പലപ്പോഴായിട്ടും സ്വാസിക പറയാറുണ്ടായിരുന്നു. ഇത് പല രീതിയിലും സോഷ്യൽ മീഡിയയിലൂടെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകാറുമുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ മറികടന്ന് ഇന്ന് സ്വാസികയും ഭർത്താവ് പ്രേമും ആകർഷണീയമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത്.